പയ്യന്നൂർ നഗരത്തിലെ പ്രധാന റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള നോ പാർക്കിംഗ് ബോർഡുകൾക്ക് വാഹന ഉടമകൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് വേണം പറയാൻ. നിയമം നടപ്പിലാക്കേണ്ടവർ കണ്ണടയ്ക്കുമ്പോൾ ഈ ബോർഡുകൾക്ക് മുന്നിൽ തന്നെയാണ് കൂടുതൽ വാഹനങ്ങളും നിർത്തിയിടുന്നത്. ബൈപ്പാസിനെയും പയ്യന്നൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിലെ കാഴ്ചകൾ അതിശയിപ്പിക്കുന്നതാണ്. ഇതൊരു പൊതു റോഡാണോ അതോ വാഹന പാർക്കിങ്ങിനായി മാത്രം നിർമ്മിച്ച സ്പെഷ്യൽ ഗ്രൗണ്ടാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. അത്രത്തോളം വാഹനങ്ങളാണ് ദിവസേന ഇവിടെ അനധികൃതമായി നിർത്തിയിടുന്നത്. നഗരത്തിലെ മറ്റിടങ്ങളിലെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല. പ്രായമായവരും പെൻഷൻകാരുമടക്കം നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ട്രഷറിക്ക് സമീപത്തെ റോഡ് ഇപ്പോൾ പൂർണ്ണമായും പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ മാൾ പരിസരം എന്നിവിടങ്ങളിലെല്ലാം കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ കഴിയാത്ത വിധം ഇരുചക്ര, നാലുചക്ര വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. പയ്യന്നൂര് ഗതാഗതക്കുരുക്കായി കാലങ്ങളായി ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്ത, എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് കുറുക്ക് വഴി നോക്കിക്കഴിഞ്ഞാലും ഇവിടെ അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം നമ്മുടെ നഗരസഭ കാണുന്നില്ല. കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ പല കാര്യങ്ങൾക്കും ആശ്രയിച്ച് പയ്യന്നൂരിനെയാണ് സമീപിക്കുന്നത്. അവർക്ക് കൃത്യമായി വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അവർ ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ. കാരണം ഇവിടെ ബസ് സ്റ്റാൻഡ് പോലും ഇല്ല എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ നേരാവണ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ ആ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ആ ഒരു അവസ്ഥയിൽ ഇവിടെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. യാത്രക്കാരൊക്കെ ദുരിതം അനുഭവിക്കുകയാണ്. നഗരത്തിൽ പുതുതായി ഉയരുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗത്തിനും സ്വന്തമായി പാർക്കിംഗ് സൗകര്യമില്ല. ഉള്ളവർക്കാകട്ടെ പേരിന് മാത്രമുള്ള പരിമിതമായ സ്ഥലമാണുള്ളത്. മുൻപ് ഇരുചക്ര വാഹനങ്ങളാണ് നഗരത്തിൽ കൂടുതലായുള്ളതെങ്കിൽ ഇപ്പോൾ കാറുകളുടെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ട്. എന്നാൽ ഇതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ നഗരസഭയ്ക്കോ ട്രാഫിക് അധികൃതർക്കോ സാധിച്ചിട്ടില്ല. നഗരസഭയുടെ അധീനതയിലുള്ള ഔദ്യോഗിക പാർക്കിംഗ് കേന്ദ്രത്തിന്റെ നിലവിലെ അവസ്ഥ പറയാതിരിക്കുകയാണ് ഭേദം. അത്രയും പരിതാപകരവും ഉപയോഗശൂന്യവുമായ രീതിയിലാണ് ഇതുള്ളത്. ദിവസേന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന പയ്യന്നൂരിൽ അതിനനുസരിച്ചുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് യാതൊരു ദീർഘവീക്ഷണവുമില്ലെന്നാണ് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ട്രാഫിക് ഉപദേശ സമിതികളും യോഗങ്ങളും ചർച്ചകളും കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. താൽക്കാലിക പിഴയീടാക്കലുകൾക്കപ്പുറം ശാശ്വതമായ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനങ്ങളോ കൃത്യമായ ട്രാഫിക് നിയന്ത്രണമോ കൊണ്ടുവരാൻ അധികൃതർ തയ്യാറാകാത്ത പക്ഷം പയ്യന്നൂർ നഗരം പൂർണ്ണമായും നിശ്ചലമാകുന്ന കാലം വിദൂരമല്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.